പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനെ പറ്റിയാണ്. ഓക്കെ, ഓർ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വെയിറ്റേജ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്. ഇതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ആദ്യത്തെ ടോപ്പിക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ഈ സ്ട്രക്ചർ ഈ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതായത് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഈ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ഒരു സ്ട്രക്ചറിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഇതിന് എഗൻസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഈ ഇൻറ്റേർണൽ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെ വിളിച്ച പേരാണ് സ്ട്രെസ്. ദ റെസിസ്റ്റീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെ വിളിച്ച പേരാണ് സ്ട്രെസ്. ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ടൈപ്സ് ഓഫ് സ്ട്രെസ് ആണ് ഇതിൽ വരാവുന്നത്. ആദ്യത്തെ ആളാണ് നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് ഓർ ഡയറക്റ്റ് സ്ട്രെസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ. ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, അതിനെ വിളിച്ച പേരാണ് നോർമൽ സ്ട്രെസ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഇങ്ങനൊരു ബാർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാറിൽ ഞാനൊരു ലോഡ് P അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദ സ്ട്രെസ് ഡെവലപ്ഡ് ഓൺ എ ക്രോസ് സെക്ഷൻ വിച്ച് ഇസ് നോർമൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ്. അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, അതിനെ വിളിച്ച പേരാണ് നോർമൽ സ്ട്രെസ് വിച്ച് ഇസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ. രണ്ടാമത്തെ ആളാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ടാൻജൻഷ്യൽ സ്ട്രെസ് റെപ്രസെൻറ്റഡ് ബൈ ടോ. ഒരു പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഫോഴ്സ് കാരണം അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്താണോ അതിനെ വിളിച്ച പേരാണ് ടാൻജൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, ഓർ ഷിയർ സ്ട്രെസ് റെപ്രസെൻറ്റഡ് ബൈ ടോ. അങ്ങനെയാണെങ്കിൽ എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? സ്ട്രെയിൻ ഒരു ബോഡിയെ, ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ ലോഡ് കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു ലോങ് ബാർ, ഈ ബാറിലേക്ക് ഞാനൊരു ടെൻസൈൽ ഫോഴ്സ് P അപ്ലൈ ചെയ്യാന്നിരിക്കട്ടെ. ഇങ്ങനെ ഞാനൊരു ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എൻ്റെ ബാർ ഇലോങ്ങേറ്റ് ചെയ്യും. ഓക്കെ, ഓർ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ലെങ്ത്. There will be a change in dimension in the direction of the force. ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ അപ്ലൈ ചെയ്തത് ആ ഡയറക്ഷനിൽ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ഉണ്ടായിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് സംഭവിക്കുന്നു? There will be an elongation in this direction. ഇത് ഞാൻ ഡെൽറ്റ L എന്ന് എടുക്കണം. ഇനി പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും ഒരു ചേഞ്ച് ഇൻ ഡയമെൻഷൻ സംഭവിച്ചു. സേ ഞാൻ അതിന് ഡെൽറ്റ D എന്ന് എടുക്കുന്നു. ഓക്കെ, ഞാൻ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓർ ചേഞ്ച് ഇൻ ഡയമെൻഷൻ പെർ യൂണിറ്റ് ഡയമെൻഷൻ, അതിനെ വിളിച്ച പേരാണ് സ്ട്രെയിൻ. ഓക്കെ, ഓർ ചേഞ്ച് ഇൻ ഡയമെൻഷൻ പെർ ആക്ച്വൽ ഡയമെൻഷൻ, അതിനെ വിളിച്ച പേരാണ് സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ വിച്ച് ഹാപ്പൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ്, അതിനെ വിളിച്ച പേരാണ് ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ വിച്ച് ഹാപ്പൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ്. ഇനി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും ഒരു സ്ട്രെയിൻ സംഭവിക്കാം. അതിനെ വിളിച്ച പേരാണ് ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ. അങ്ങനെയാണെങ്കിൽ ലീനിയർ സ്ട്രെയിനും ലാറ്ററൽ സ്ട്രെയിനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ to linear strain or longitudinal strain.
ഇതിനെ വിളിച്ച പേരാണ് പോയ്സോൺസ് റേഷ്യോ, which is represented as mu or 1/m. Poisson's ratio mu or 1/m. ഈ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ അതിനെ വിളിച്ച പേരാണ് പോയ്സോൺസ് റേഷ്യോ. പോയ്സോൺസ് റേഷ്യോ. ഇനി ഹുക്സ് ലോ എന്താ പറയുന്നത്? ഹുക്സ് ലോ. ഹുക്സ് ലോ എവിടെയാണ് വാലിഡ് എന്ന് ചോദിച്ചാൽ, ഇൻ കേസ് ഓഫ് ഇലാസ്റ്റിക് സ്ട്രക്ചേഴ്സ് വിത്തിൻ ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. വിത്തിൻ ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്. വിത്തിൻ ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ഹുക്സ് ലോ വാലിഡ് ആണ്. ഹുക്സ് ലോ എന്താ പറയുന്നത്? വിത്തിൻ ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, ഇത് എന്തും ആകാം. നോർമൽ സ്ട്രെസ് ഓർ ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ഡയറക്റ്റ് സ്ട്രെയിൻ ആകാം, ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ ആകാം. ഓക്കെ, സോ വിത്തിൻ ദ പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ്സ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഇതാണ് ഹുക്സ് ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ normal stress or direct stress to direct strain will be a constant. ഈ കോൺസ്റ്റന്റിനെ വിളിച്ച പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, ഇതുപോലെ തന്നെ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലും ഒരു കോൺസ്റ്റന്റ് റിലേഷൻ ഉണ്ട്. ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ gives another constant which is called as modulus of rigidity. Modulus of rigidity. Okay, ഇനി ഒരാളും കൂടെ ഉണ്ട്, അതാണ് ബൾക്ക് മോഡുലസ്. നോർമൽ സ്ട്രെസ് ടു വോള്യൂമെട്രിക് സ്ട്രെയിൻ is equal to a constant which is called as bulk modulus. Bulk modulus. അങ്ങനെയാണെങ്കിൽ for an elastic structure എത്ര elastic constants ഉണ്ടെന്ന് ചോദിച്ചാൽ, if the structure is isotropic, നമുക്ക് 4 elastic constants ആണ് ഇവിടെ ഉള്ളത്. Modulus of elasticity, modulus of rigidity, bulk modulus and Poisson's ratio. ഇങ്ങനെ നാല് കോൺസ്റ്റൻസ് ആണ് ഫോർ an isotropic മെറ്റീരിയൽ ഉള്ളത്. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 2g into 1 plus mu. E is equal to 3k into 1 minus 2 mu. ഇതാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും മോഡുലസ് ഓഫ് റിജിഡിറ്റിയും തമ്മിലുള്ള റിലേഷൻ. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റിയും ബൾക്ക് മോഡുലസും തമ്മിലുള്ള റിലേഷൻ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 3 കോൺസ്റ്റൻസ്, ഒരുമിച്ച് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, E is equal to 9 kg divided by 3k plus g. E is equal to 9 kg divided by 3k plus g. അങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് 4 പേരുണ്ടെന്നും ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നും കണ്ടു കഴിഞ്ഞു. ഒരു ഐസോട്രോപിക് മെറ്റീരിയൽ ആണെങ്കിൽ ഈ 4 പേരിൽ 2 പേര് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഫോർ ആൻ ഐസോട്രോപിക് മെറ്റീരിയൽ ആണ് എങ്കിൽ 4 ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് ഉണ്ടെന്നും അതിൽ 2 പേര് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സോ ഫോർ ആൻ ഐസോട്രോപിക് മെറ്റീരിയൽ വി ഹാവ് 2 independent elastic constants. അവര് ആരൊക്കെയാണെന്ന് സ്പെസിഫിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആൻഡ് പോയ്സോൺസ് റേഷ്യോ. ഓക്കെ,
സോ ഇതാണ് ഒരു ഫസ്റ്റ് ടോപ്പിക്, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ടോപ്പിക്കാണ് ഇലാസ്റ്റിക് കോൺസ്റ്റൻസും റിലേഷൻ ബിറ്റ്വീൻ ദ ഇലാസ്റ്റിക് കോൺസ്റ്റൻസും. ഓക്കെ, ഇനി സെക്കൻഡ്ലി വരാവുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻസ്. സ്ട്രെസ്സസ് ഓൺ inclined planes. Stresses on inclined planes. ഇത് പറയുന്നത് എത്രയുമേ ഉള്ളൂ, ഒരു സ്ട്രക്ചർ ഓർ എ ബോഡി, ഈ ബോഡിയിലേക്ക് എക്സ്റ്റേണലി ഞാനൊരു സ്ട്രെസ് കൊടുക്കുകയെന്ന് ഇരിക്കട്ടെ. സോ എക്സ്റ്റേണലി ഞാനൊരു ഇൻ ദ എക്സ് ഡയറക്ഷൻ ഞാനൊരു ടെൻസൈൽ സ്ട്രെസ് കൊടുത്തു സിഗ്മ എക്സ്. ഓക്കെ, ഞാൻ എക്സ്റ്റേണലി എന്ത് സ്ട്രെസ് കൊടുത്താലും, സപ്പോസ് ഞാനിപ്പം സ്ട്രെസ് ഇൻ ദ എക്സ് ഡയറക്ഷൻ, ഒരു ടെൻസൈൽ സ്ട്രെസ് ഇൻ എക്സ് ഡയറക്ഷൻ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏതൊരു പ്ലെയിൻ എടുത്താലും, അതായത് വിത്തിൻ ദിസ് ബോഡി ഞാൻ വെർട്ടിക്കലുമായിട്ട് ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന ഏതൊരു പ്ലെയിൻ കൺസിഡർ ചെയ്താലും ശരി തന്നെ, ആ പ്ലെയിനിനകത്ത് രണ്ട് സ്ട്രെസ്സസ് ഉണ്ടാകും. ഒരു നോർമൽ സ്ട്രെസ്സും വരും, ഒരു ഷിയർ സ്ട്രെസ്സും വരും. ഓക്കെ, അപ്പോൾ ഞാൻ വെർട്ടിക്കലുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലെയിനിനകത്ത് എക്സ്റ്റേണൽ സ്ട്രെസ്സസ് കാരണം ഒരു നോർമൽ സ്ട്രെസ്സും ഉണ്ടാകും, ഒരു ഷിയർ സ്ട്രെസ്സും ഉണ്ടാകും. ഇങ്ങനെ ഞാൻ തീറ്റ വാല്യൂ, ഏത് തീറ്റ വാല്യൂ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഡിഫറെൻറ്റ് പ്ലെയിൻസ് കിട്ടും. ഓരോ പ്ലെയിനിനകത്തും ഒരു നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും കാണും. പക്ഷെ അങ്ങനെ ഞാൻ തീറ്റ വാല്യൂ വേരി ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി, ഏതൊക്കെയോ പ്ലെയിനിനകത്ത് വന്നപ്പോൾ അവിടെ ഷിയർ സ്ട്രെസ് വരുന്നില്ല. ഓക്കെ, സോ അങ്ങനത്തെ രണ്ട് പ്ലെയിൻസ് ഫോർ എ 2-dimensional സ്ട്രക്ചർ ആണെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് തീറ്റയിൽ എനിക്ക് ഡിഫറെൻറ്റ് പ്ലെയിൻസ് കിട്ടും. പക്ഷെ ഏതോ രണ്ട് ഡിഫറെൻറ്റ് പ്ലെയിൻസിനകത്ത് എനിക്ക് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോയി. അതായത് ഇന്റേണലി ഉള്ള ഏതോ രണ്ട് പ്ലെയിൻസിനകത്ത് എനിക്ക് നോർമൽ സ്ട്രെസ് മാത്രമേ വന്നുള്ളൂ. അങ്ങനെയുള്ള പ്ലെയിൻസിനെ വിളിച്ച പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. പ്രിൻസിപ്പൽ പ്ലെയിൻസ്. ഈ പ്രിൻസിപ്പൽ പ്ലെയിൻസിനകത്ത് നമ്മളിപ്പോൾ കണ്ടു ഷിയർ സ്ട്രെസ് ഇല്ല, ഷിയർ സ്ട്രെസ് 0 ആണെന്ന് കണ്ടു. ആര് മാത്രമേ ഉള്ളൂ? നോർമൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ഈ പ്രിൻസിപ്പൽ പ്ലെയിൻസിൽ വന്ന നോർമൽ സ്ട്രെസ്സിനെ വിളിച്ച പേരാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. ഈ ഓരോ ഇൻക്ലിനേഷനിലുള്ള പ്ലെയിൻസ് എടുത്ത് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാ പ്ലെയിനിനകത്തും ഞാൻ പറഞ്ഞു ഒരു ഷിയർ സ്ട്രെസ്സും വരും, നോർമൽ സ്ട്രെസ്സും വരും എന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ ഏതൊക്കെയോ രണ്ട് ഇൻക്ലിനേഷനിലുള്ള പ്ലെയിൻസിന് ഷിയർ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നോർമൽ സ്ട്രെസ് ഇല്ലായിരുന്നു. ആ പ്ലെയിൻസിനെ നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്നും ആ പ്ലെയിൻസിൽ വന്ന നോർമൽ സ്ട്രെസ്സിനെ നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്നും പറഞ്ഞു. ഒരു 2-dimensional ബോഡി ആണെങ്കിൽ അങ്ങനത്തെ രണ്ട് പ്ലെയിൻസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ പ്ലെയിൻസ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് തമ്മിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. പ്രിൻസിപ്പൽ പ്ലെയിൻസ് വിൽ ബി ഓർത്തോഗോണൽ ടു ഈച്ച് അതർ. ഓക്കെ, 90 ഡിഗ്രി ഇൻക്ലിനേഷൻ ഓർ ഇൻക്ലിനേഷൻ ബിറ്റ്വീൻ ടു പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. വീണ്ടും ഞാൻ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻസിനെ കുറച്ചും കൂടി സൂക്ഷ്മമായി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വാല്യൂവും മറ്റേ പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഉണ്ടാകുന്ന നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വാല്യൂമാണെന്ന് മനസ്സിലായി. ഓക്കെ, സോ അങ്ങനെ ഹയർ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ് ഉള്ള പ്ലെയിനിനെ ഞാൻ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വിളിച്ചു. മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് വിളിച്ചു. ആൻഡ് ആ പ്ലെയിനിൽ ഉണ്ടായ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരുന്നു. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ
ചെറിയ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെസ് വന്ന പ്ലെയിനിനെ ഞാൻ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്നും അതിൽ വന്ന നോർമൽ സ്ട്രെസ്സിനെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും വിളിച്ചു. ഓക്കെ, മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ പോലെ തന്നെയാണ് എനിക്ക് വേറൊരെണ്ണം വന്നു, അതായത് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ വന്നു. മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ടായിരുന്നു. ആൻഡ് ആ പ്ലെയിനിൽ ഉണ്ടായ സ്ട്രെസ്സിനെ ഞാൻ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഇതാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആരില്ല, ഷിയർ സ്ട്രെസ് ഇല്ല. നോർമൽ സ്ട്രെസ് അഥവാ ഡയറക്റ്റ് സ്ട്രെസ് മാത്രമേ ഈ പ്രിൻസിപ്പൽ പ്ലെയിൻസിനകത്ത് വരത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ബോഡി ഓർ ഒരു പ്ലെയിൻ, ഈ പ്ലെയിനിനകത്ത് ഞാൻ കുറച്ച് സ്ട്രെസ്സസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻ ദ എക്സ് ഡയറക്ഷൻ ഞാനൊരു ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്തു, സേ സിഗ്മ എക്സ്. ഇൻ ദ വൈ ഡയറക്ഷനും ഞാനൊരു നോർമൽ സ്ട്രെസ് അപ്ലൈ ചെയ്തു, സേ സിഗ്മ വൈ. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷിയർ സ്ട്രെസ്സും കൂടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. വെർട്ടിക്കൽ ഫേസിൽ ഞാനൊരു ക്ലോക്ക് വൈസ് ഷിയർ അപ്ലൈ ചെയ്യുവാണ്. വെർട്ടിക്കൽ ഫേസിൽ ഞാനൊരു ക്ലോക്ക് വൈസ് ഷിയർ അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആര് ഡെവലപ്പ് ചെയ്യും? ഇത് ഷിയർ സ്ട്രെസ് ആണെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് ആക്ട് ചെയ്യാൻ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ഇവൻ കോംപ്ലിമെൻ്ററി ഷിയർ സ്ട്രെസ്, അവൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ടോ തന്നെയാണ്. ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു ബോഡിയുടെ ഏതൊരു പ്ലെയിൻ കൺസിഡർ ചെയ്താലും, അപ്പം ഞാനിനി ഇതിനകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ പ്ലെയിൻ കൺസിഡർ ചെയ്യാണ്. എൻ്റെ പ്ലെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിന് വെർട്ടിക്കലുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ θ° ഇൻക്ലൈൻഡ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു പ്ലെയിൻ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലെയിനിനകത്ത് നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ സ്ട്രെസ്സസിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഏത് പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു നോർമൽ സ്ട്രെസ്സും ഒരു ഷിയർ സ്ട്രെസ്സും വരുമെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, വെയർ ഈ നോർമൽ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ, നോർമൽ സ്ട്രെസ് ഇൻ എനി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് സിഗ്മ n is equal to സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 cos 2 theta minus tau xy sin 2 theta. So the normal stress on any inclined plane inclined at an angle theta with the vertical measured in the anti-clockwise direction is given as sigma n is equal to sigma x plus sigma y by 2 plus sigma x minus sigma y by 2 cos 2 theta minus tau xy sin 2 theta. ഓർക്കണം, ഈ ഇക്വേഷൻ നമ്മൾ എപ്പോഴാണ് എഴുതുന്നത്? എൻ്റെ മെമ്പറിലുള്ള അല്ലെങ്കിൽ സ്ട്രക്ചറിലുള്ള ലോഡിങ് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഓർ എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് സിഗ്മ എക്സ്, ഓക്കെ, വിച്ച് ഇസ് ടെൻസൈൽ ഇൻ നേച്ചർ. വൈ ഡയറക്ഷനിലും ദർ ഇസ് എ നോർമൽ സ്ട്രെസ് വിച്ച് ഇസ് ടെൻസൈൽ ഇൻ നേച്ചർ. വെർട്ടിക്കൽ ഫേസസിൽ ദർ ഇസ് എ ക്ലോക്ക് വൈസ് ഷിയർ, okay, and theta is measured with respect to the vertical in the anti-clockwise direction. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ the normal stress in any inclined plane is given as sigma x plus sigma y by 2 plus sigma x minus sigma y by 2 cos 2 theta minus tau xy sin 2 theta. Okay, അങ്ങനെയാണെങ്കിൽ what is the shear stress? ഇനി ഏതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എടുത്താലും അതിനകത്ത് ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു. And the magnitude of the shear stress will be sigma x minus sigma y by 2 sin 2 theta plus tau xy cos 2 theta. ഇതായിരിക്കും
ഏതൊരു പ്ലെയിനിലും ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത്, നമ്മൾ പറഞ്ഞു ഇനി ഇതിനകത്ത് ഏതോ രണ്ട് പ്ലെയിൻസിനകത്ത് ഷിയർ സ്ട്രെസ് 0 ആയി, നോർമൽ സ്ട്രെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ രണ്ട് പ്ലെയിൻസിനെ വിളിച്ച പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അങ്ങനെ നമുക്കൊരു മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ടെന്നും മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ടെന്നും കണ്ടു. ആ പ്ലെയിൻസിൽ വരുന്ന സ്ട്രെസ്സസിനെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും വിളിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മ മേജർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 പ്ലസ് റൂട്ട് ഓഫ് sigma x minus sigma y by 2 the whole square plus tau xy square. ഇതായിരിക്കും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്. അങ്ങനെയാണെങ്കിൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്തായിരിക്കും? മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് will be equal to sigma x plus sigma y by 2 minus root of sigma x minus sigma y by 2 the whole square plus tau xy square. ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതുപോലെ തന്നെ ഏതോ രണ്ട് പ്ലെയിൻസ് ഉണ്ടാകും. വേർ ഞാൻ പറഞ്ഞു ഏത് പ്ലെയിൻ, തീറ്റ ഇൻക്ലിനേഷനിലുള്ള ഏത് പ്ലെയിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് ഒരു ഷിയർ സ്ട്രെസ്സും അതുപോലെ തന്നെ ഒരു നോർമൽ സ്ട്രെസ്സും വരും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇങ്ങനെ ഓരോ പ്ലെയിൻസ് ആയിട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ ഒരു പ്ലെയിനിനകത്ത് എനിക്ക് ഷിയർ സ്ട്രെസ്സിന് ഒരു മാക്സിമം വാല്യൂ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ രണ്ട് പ്ലെയിൻസ് കിട്ടും. ഒരു പ്ലെയിനിൽ മാക്സിമം പോസിറ്റീവ് ഷിയർ സ്ട്രെസ്സും ഒരു പ്ലെയിനിൽ മാക്സിമം നെഗറ്റീവ് ഷിയർ സ്ട്രെസ്സും ഉള്ള രണ്ട് പ്ലെയിൻസ് എനിക്ക് കിട്ടും. ഓക്കെ, അങ്ങനത്തെ രണ്ട് പ്ലെയിൻസിൽ, അതായത് ടോ വാല്യൂ മാക്സിമം, ടോ മാക്സ് വരുന്ന, അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് വരുന്ന രണ്ട് പ്ലെയിൻസ് കിട്ടും. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, ഒരു പ്ലെയിനിൽ മാക്സിമം പോസിറ്റീവ് വാല്യൂ കിട്ടും, ഒരു പ്ലെയിനിൽ മാക്സിമം നെഗറ്റീവ് വാല്യൂവും കിട്ടും. അങ്ങനെയുള്ള പ്ലെയിൻസിൽ വരുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ഇസ് ഗിവൺ ബൈ, എളുപ്പമാണ്, സിഗ്മ മേജർ ആൻഡ് സിഗ്മ മൈനറിന്റെ സെക്കൻഡ് പാർട്ട് മാത്രം എടുത്താൽ മതി. ഓക്കെ, സോ ടോ മാക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ. ചെയ്യുമ്പോൾ എനിക്ക് വാട്ട് ഇസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ്, മാക്സിമം പോസിറ്റീവ് ഓർ മാക്സിമം നെഗറ്റീവ്. സോ ഇവിടെ ഒരു പ്ലസ് ഓർ മൈനസ് കൂടി കൊടുക്കാം. ഓക്കെ, അതാണ് എൻ്റെ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ശരി, ഇനി അറിയേണ്ടത് മോർ സർക്കിൾ. മോർ സർക്കിളിനകത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് മോർ സർക്കിൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ, മോർ സർക്കിളിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ഇവരൊക്കെയാണ്. എലോങ് ദ എക്സ് ആക്സിസ് അഥവാ ആബ്സിസ, ആബ്സിസയിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നോർമൽ സ്ട്രെസ്സസ് ആണ് മാർക്ക് ചെയ്യുന്നത്. എലോങ് ദ വൈ ആക്സിസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഷിയർ സ്ട്രെസ്സസ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻ്റെ സ്ട്രക്ചറിൽ ഓർ എൻ്റെ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഞാൻ അപ്ലൈ ചെയ്ത ഒരു സിഗ്മ എക്സ് വാല്യൂ ഉണ്ടായിരുന്നു, ഒരു സിഗ്മ വൈ വാല്യൂ ഉണ്ടായിരുന്നു, ഒരു ഷിയർ സ്ട്രെസ് വാല്യൂസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അതിനെല്ലാം നോർമൽ സ്ട്രെസ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുവാണ്. സോ എൻ്റെ എലമെൻറ്റിൽ ഞാനൊരു നോർമൽ സ്ട്രെസ് സിഗ്മ എക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രെസ് സിഗ്മ വൈ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ഷിയർ സ്ട്രെസ് ടോവും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മോർ ഡയഗ്രാം, മോർ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ പ്ലെയിൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു സെൻറ്റർ പോയിന്റ് ഉണ്ടായിരിക്കും. ഈ പോയിന്റിന് ഞാൻ സി എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റിന് ഞാൻ ടി എന്ന് എടുത്താൽ സി ടി റേഡിയസ് ആക്കി വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, ആ സർക്കിളിനെ വിളിച്ച പേരാണ് മോസ് സർക്കിൾ. സി ടി റേഡിയസ് ആക്കി വെച്ചിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു. ഇതാണ് എൻ്റെ മോർ സർക്കിൾ. ഇനി ഇതെന്തായിരുന്നു? സിഗ്മ എക്സ് ആയിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ സിഗ്മ വൈ വാല്യൂ ആയിരുന്നു. ഓക്കെ,
ഇനി ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ഷിയർ സ്ട്രെസ്. എൻ്റെ എലമെന്റിൽ ഞാൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത ഷിയർ സ്ട്രെസ്സിന് ഇക്വലന്റ് ആണ് ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൽ അറിയേണ്ടത് സെന്റർ ഓഫ് ദ മൂർ സർക്കിൾ. സെന്റർ ഓഫ് ദ മൂർ സർക്കിളിൽ വരുന്ന എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെന്റർ ഓഫ് ദ മൂർ സർക്കിളിൽ വരുന്നത് എന്തായിരിക്കും? നിങ്ങൾ ഇതിനെ സോൾവ് ചെയ്താൽ മതിയാവും. സിഗ്മ വൈ പ്ലസ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഈ സെൻറ്റർ പോയിന്റിന്റെ ഓർഡിനേറ്റ് കിട്ടും. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ഡിവൈഡഡ് ബൈ 2. അതാണ് സെൻറ്റർ പോയിന്റിന്റെ ഓർഡിനേറ്റ്. ഇനി എൻ്റെ മൂർ സർക്കിളിൽ ഇല്ലെങ്കിൽ ഈ സർക്കിളിൽ വരാവുന്ന മാക്സിമം വാല്യൂ ഓഫ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ദാ ഇവനാണ്. ഇതാണ് എൻ്റെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവനാണ്. ആൻഡ് ഇതാണ് എൻ്റെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ഇനി ഇതിന് വരാവുന്ന മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ദിസ് മച്ച്. ഇതാണ് ഇതിൽ വരാവുന്ന മാക്സിമം വാല്യൂ. ടോ മാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ മാക്സിമം ഷിയർ സ്ട്രെസ് ഇൻ എനി ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ വെൻ എൻ എലമെന്റ് ഇസ് ബീൻ സ്ട്രെസ്ഡ്, അതിനകത്ത് വരാവുന്ന ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാവുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദി മൂർ സർക്കിൾ. ഓക്കെ, അപ്പോൾ ടോ മാക്സ് എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? ടോ മാക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റേഡിയസ് ഓഫ് മൂർ സർക്കിൾ. റേഡിയസ് ഓഫ് മൂർ സർക്കിൾ. ഓക്കെ, ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ലൈൻ ജോയിനിങ് the center of the Mohr circle and a point on the Mohr circle. Line joining center of the Mohr circle and a point on the Mohr circle will represent a plane. Okay, a plane is represented by line joining center of the Mohr circle and a point on the Mohr circle. This will represent a plane. Okay, ഒരു കാര്യം കൂടെ അറിയാം, ലൈൻ ജോയിനിങ് ദ ഒറിജിൻ ആൻഡ് എനി പോയിന്റ് ഓൺ ദ മൂർ സർക്കിൾ. ലൈൻ ജോയിനിങ് ഒറിജിൻ ആൻഡ് എനി പോയിന്റ് ഓൺ ദ മൂർ സർക്കിൾ വിൽ റെപ്രസെന്റ് ദ റിസൾട്ടന്റ് സ്ട്രെസ്. ഏതൊരു പ്ലെയിൻ ആണെങ്കിലും, ഏതൊരു ഇൻക്ലിനേഷനിൽ ഇരിക്കുന്ന പ്ലെയിൻ ആണെങ്കിലും അതിനകത്തൊരു നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും വരുമെന്ന് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും വന്നു കഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും ഒരു റിസൾട്ടന്റ് സ്ട്രെസ് ഉണ്ടായിരിക്കും. മൂർ സർക്കിളിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ, ലൈൻ ജോയിനിങ് ദ ഒറിജിൻ ആൻഡ് എ പോയിന്റ് ഓൺ ദ മൂർ സർക്കിൾ വിൽ റെപ്രസെന്റ് ദ റിസൾട്ടന്റ്. അതായത് സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു പ്ലെയിൻ വരയ്ക്കാന്നിരുന്നോട്ടെ. ഓക്കെ, സിയിൽ നിന്നും ഞാൻ ഈ പോയിന്റിലോട്ട് ഒരു ലൈൻ വരച്ചു. ദിസ് വിൽ റെപ്രസെന്റ് എ പ്ലെയിൻ. സേ ഈ പോയിന്റിനെ ഞാൻ പി എന്ന് എടുത്തു. സോ സി പി ഇസ് എ പ്ലെയിൻ വിച്ച് ഇസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ വെർട്ടിക്കൽ. ഓക്കെ, മൂർ സർക്കിളിനകത്ത് കയറുമ്പോൾ ആംഗിൾസ് എല്ലാം ട്വൈസ് ആകും. സോ തീറ്റ വിത്ത് ദ വെർട്ടിക്കൽ ആണ് ഇവൻ്റെ ഒറിജിനൽ ആംഗിൾ. സോ ഇവിടെ ഞാൻ 2 തീറ്റയിൽ സി പി വരച്ചു. സി പി എന്ന് പറയുന്ന പ്ലെയിനിനകത്ത് ഒരു നോർമൽ സ്ട്രെസ്സും ഉണ്ടായിരിക്കും, ഒരു ഷിയർ സ്ട്രെസ്സും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതിന് ഞാനിങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ എക്സ് വാല്യൂ, ഈ വാല്യൂ വിൽ റെപ്രസെന്റ് ദ നോർമൽ സ്ട്രെസ് ആൻഡ് ദിസ് ഇസ് ദ ഷിയർ സ്ട്രെസ് ഇൻ ദ പ്ലെയിൻ സി പി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഒ എം പി, ഒ എം വിൽ റെപ്രസെന്റ് the normal stress on the plane CP and MT will represent the shear stress on the plane CP. അങ്ങനെയാണെങ്കിൽ ഇവരുടെ റിസൾട്ടന്റ് എന്തായിരിക്കും? ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും റിസൾട്ടന്റ്. സോ ഓർത്തിരിക്കേണ്ടത് ഇതാണ്, ലൈൻ ജോയിനിങ് ഒറിജിൻ ആൻഡ് എ പോയിന്റ് ഓൺ ദ മൂർ സർക്കിൾ will represent, line joining origin and a point in the Mohr circle will represent the resultant stress. Line joining center of the Mohr circle and a point on the Mohr circle will represent the plane. The maximum shear stress is given by the radius of the Mohr circle.
ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്തതൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് നിങ്ങൾ റേഡിയസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു ടേം കിട്ടും. നമ്മൾ നേരത്തെ എഴുതിയ ഈ സ്ക്വയർ റൂട്ടിനകത്തുള്ള ടേം എന്താണോ അതാണ് റേഡിയസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി സെൻറ്റർ വരെ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 എന്ന് നമുക്കറിയാം. ഒറിജിൻ തൊട്ട് സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2. അതിൻ്റെ കൂടെ റേഡിയസും കൂടി ആഡ് ചെയ്യുമ്പം എനിക്ക് സിഗ്മ മേജർ കിട്ടും. ഇതിൻ്റെ കൂടെ റേഡിയസ് സബ്ട്രാക്ട് ചെയ്യുമ്പം എനിക്ക് സിഗ്മ മൈനർ കിട്ടും. ഓക്കെ ആണോ? അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻസിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ്. ഓക്കെ, ഇനി എന്താണ് ബെൻഡിങ് മൊമെന്റ്, എന്താണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? സോ ഒരു സ്ട്രക്ചറിൽ ഒരു ബീമിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണെന്ന് ഇരുന്നോട്ടെ. ഈ ബീമിൻ്റെ പുറത്ത് എന്തോ ഒരു ടൈപ്പ് ഓഫ് ലോഡിംഗ് ഉണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുമ്പം ഞാൻ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ XX ആണെന്ന് ഇരുന്നോട്ടെ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പം ഈ ക്രോസ് സെക്ഷൻ്റെ ഐദർ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് ഉള്ള ട്രാൻസ്വേഴ്സ് ഫോഴ്സസിൻ്റെ ഓൾജിബ്രൈക് സം, അതാണ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. സോ ഷിയർ ഫോഴ്സ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ഓൾജിബ്രൈക് സം ഓഫ് transverse forces. Algebraic sum of transverse forces acting either to the right or to the left of the section. അതാണ് ഷിയർ ഫോഴ്സ്. ഓർത്തിരിക്കേണ്ട കീവേഡ് ഇത് സം ഓഫ് ട്രാൻസ്വേഴ്സ് ഫോഴ്സസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ? ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൾജിബ്രൈക് സം ഓഫ് moments acting on either to the right or to the left of the section. Okay, ഒന്നെങ്കിൽ നമ്മൾ റൈറ്റ് പാർട്ട് ഓഫ് ദ സെക്ഷൻ കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ സെക്ഷൻ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അവിടെ വരുന്ന ലോഡ്സ് കാരണം ഉണ്ടാകുന്ന ലോഡ് ഉണ്ടാകാം, സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടാകാം, അവർ കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് എടുക്കുക, അതിൻ്റെ ഓൾജിബ്രൈക് സം എടുക്കുക, ആൻഡ് ദാറ്റ് ഗിവ്സ് യു ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് സെക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ജനറൽ ആയിട്ട് ഒരു ബീമുണ്ട്. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമുണ്ട്. ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിനകത്തേക്ക് ഞാനിപ്പോൾ അതേ ഒരു സെൻട്രൽ കോൺസെൻട്രേറ്റഡ് ലോഡ് കൊടുക്കുവാണ്. കറസ്പോണ്ടിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ W/2 ആണ്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ആൻഡ് ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ W/4 ആണ്. WL/4 ആണ്. W/2 × L/2 WL/4 ആണ് ഈ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. സോ ഇതെന്തിനാണ് വരച്ചതെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നിന്നും ഇതെൻ്റെ ലോഡിംഗ് ഡയഗ്രമാണ്, ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രമാണ്, ഇത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രമാണ്. ഓക്കെ, ഞാൻ മുകളിലേക്ക് പോവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, dm/dx ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഷിയർ എന്താന്നുള്ളത് കിട്ടും. ഓക്കെ, dm/dx ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വാട്ട് ഈസ് ദ ഷിയർ ഫോഴ്സ് എന്ന് കിട്ടും. അതേപോലെ തന്നെ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് റേറ്റ് ഓഫ് ലോഡിങ് കിട്ടും.
ഇതാണ് ബെൻഡിങ് മൊമെന്റും ഷിയർ ഫോഴ്സും റേറ്റ് ഓഫ് ലോഡിങ്ങും തമ്മിലുള്ള റിലേഷൻ. ഡെറിവേറ്റീവ് ഓഫ് ബെൻഡിങ് മൊമെന്റ് വിൽ ഗിവ് യു ഷിയർ, ഡെറിവേറ്റീവ് ഓഫ് ഷിയർ വിൽ ഗിവ് യു ദ റേറ്റ് ഓഫ് ലോഡിങ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ജനറൽ ആയിട്ട് എങ്ങനെ നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുമെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നിങ്ങൾ കണ്ടു എവിടെയാണോ എനിക്കൊരു പോയിന്റ് ലോഡ് വന്നത് അവിടെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ടായി. ഓക്കെ ആണോ? അപ്പൊ അത് ആദ്യത്തെ പോയിന്റ്, wherever there is a point load in the beam corresponding to that point in the shear force diagram there will be a vertical drop. എവിടെയൊക്കെ പോയിന്റ് ലോഡ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ ബീം ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനകത്ത് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് വരും. ഓക്കെ, ഇനി എവിടെയാണോ എൻ്റെ ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യുന്നത് അവിടെ ആയിരിക്കും എനിക്ക് മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് കിട്ടുക. എവിടെയാണോ എൻ്റെ ഷിയർ ഫോഴ്സ് സൈൻ ചേഞ്ച് ചെയ്യുന്നത് അവിടെയായിരിക്കും എനിക്ക് മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് കിട്ടുന്നത്. ഓക്കെ ആണോ? ഇനി എവിടെയാണോ സപ്പോസ് എൻ്റെ ലോഡിംഗ് ഡയഗ്രത്തിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് n ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് n+1 ആയിരിക്കും. ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ n+2 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ എനിക്കിപ്പം ഒരു പോയിന്റ് ലോഡ് ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വന്നപ്പോൾ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ. അങ്ങനെയെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ വരുമ്പോൾ അതൊരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഓക്കെ, സോ വെനെവർ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ എവിടെയൊക്കെ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ടോ കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ അവിടെ എല്ലാം തന്നെ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് വരും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. Simply supported beam with UDL. Simply supported beam with UDL. Uniformly distributed load ആണ്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ കറസ്പോണ്ടിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ വരും? ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ it will be parabolic. ആയിരിക്കും. ഓക്കെ, ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ WL/2 ആണ്. ഇതിന്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ WL²/8 ആണ്. ഓക്കെ ആണോ? സോ ഇവിടെ എൻ്റെ ലോഡിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വാസ് എ സ്ട്രെയിറ്റ് ലൈൻ. ലോഡിംഗ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി എ പാരബോളിക് കർവ്. ഇപ്പോൾ ലോഡിങ്ങിന്റെ ഡിഗ്രി n ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഡിഗ്രി വിൽ ബി n+1. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ഡിഗ്രി വിൽ ബി n+2. ഓക്കെ, സോ സപ്പോസ് ഷിയർ ഫോഴ്സ് ലോഡിങ് യൂണിഫോംലി വേരിയിങ് ലോഡ് വന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലോ ലോഡിംഗ് ഡയഗ്രാം ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആരാകും? പാരബോളിക് കർവ് ആകും. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആരാകും? ക്യൂബിക് പാരബോളയാകും. ഓക്കെ, സോ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ലോഡ് തന്നിട്ട് കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, എവിടെയൊക്കെ പോയിന്റ് ലോഡ് ഉണ്ടോ അവിടെയൊക്കെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിനകത്ത് ഒരു വെർട്ടിക്കൽ ലൈൻ വന്നിരിക്കും, ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് വന്നിരിക്കും. അതുപോലെ തന്നെ ബീമിൽ എവിടെയൊക്കെ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് അല്ലെങ്കിൽ കപ്പിൾ ഉണ്ടോ കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനകത്ത് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് വരും. ഓക്കെ ആണോ? എവിടെയൊക്കെ ബീമിൽ എവിടെയൊക്കെ ഒരു വെർട്ടിക്കൽ ബീമിൽ എവിടെയൊക്കെ ഒരു പോയിന്റ് മൊമെന്റ് വന്നിട്ടുണ്ടോ, കോൺസെൻട്രേറ്റഡ് മൊമെന്റ് വന്നിട്ടുണ്ടോ കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിപ്പം 2 പോയിന്റ് എടുക്കുവാണ്. 2 പോയിന്റിലെ മൊമെന്റും ഞാൻ m എന്ന് എടുക്കാന്നിരിക്കട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നിങ്ങൾ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്.
ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരുന്നത്. ഓക്കെ, എവിടെയൊക്കെ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഉണ്ടോ അവിടെയൊക്കെ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് വരും. ഇതാണ് ഇവന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന്, ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓൾജിബ്രൈക് സം ഓഫ് ട്രാൻസ്വേഴ്സ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സെക്ഷൻ. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാലോ ഓൾജിബ്രൈക് സം ഓഫ് ബെൻഡിങ് മൊമെന്റ് ആക്ടിങ് ഐദർ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് കിട്ടും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് കിട്ടും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഷിയർ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ലോഡിങ് കിട്ടും. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് ലോഡിങ് ഡയഗ്രത്തിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ n ആണെങ്കിൽ, ലോഡിങ് കർവിന്റെ ഡിഗ്രി n ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ n+1 ആകും. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഡിഗ്രി n+1 ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ കർവിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് n+2 ആകും. അതായത് ലോഡിംഗ് ഡയഗ്രാം ഹൊറിസോണ്ടൽ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വിൽ ബി ആൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി എ പാരബോളിക് കർവ്. ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രാം പാരബോളിക് കർവ് ആണെങ്കിലോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വിൽ ബി എ ക്യൂബിക് പാരബോള. ഓക്കെ ആണോ? ഇനി എവിടെയൊക്കെ ഒരു പോയിന്റ് ലോഡ് വരുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. എവിടെയൊക്കെ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ഓർ കപ്പിൾ വരുന്നുണ്ടോ അവിടെയൊക്കെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിനകത്ത് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എവിടെയാണോ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ സൈൻ ചേഞ്ച് ചെയ്യുന്നത് അവിടെയായിരിക്കും ബെൻഡിങ് മൊമെന്റ് മാക്സിമം വരുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് കോൺസ്റ്റന്റ് ആയി വരുന്ന ഒരു റീജിയൻ അതിനെ വിളിച്ച പേരാണ് പോയിന്റ്. അതിനെ വിളിച്ച പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ബെൻഡിങ് മൊമെന്റ് 0 ആകുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ആണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഓർ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. എവിടെയാണോ എൻ്റെ ബെൻഡിങ് മൊമെന്റ് 0 ആകുന്നത് ഓർ സൈൻ ചേഞ്ച് ചെയ്യുന്നത്, എവിടെയാണോ ബെൻഡിങ് മൊമെന്റ് സൈൻ ചേഞ്ച് ചെയ്യുന്നത് ആ പോയിന്റിനെ വിളിച്ച പേരാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ ഓർ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, ഇനി വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ബെൻഡിങ് ഇക്വേഷൻ തന്നെയാണ്. ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ ബൈ വൈ is equal to m by I is equal to E by R. ഇതിൽ ഓരോ ടേംസിനെയും അറിഞ്ഞിരിക്കുക. സിഗ്മ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് സ്ട്രെസ്. ഒരു ബീമിൽ ലോഡ് കൊടുക്കുന്നു, ലോഡ് കൊടുക്കുമ്പോൾ ഇവൻ ബെൻഡ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് ഇവനിൽ ഡെവലപ്പ് ചെയ്യുന്ന ആൾ ഓർ ഇന്റേണലി ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്, അതാണ് ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. y എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ലെയർ. ന്യൂട്രൽ ലെയറിൽ നിന്നും ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് y. സപ്പോസ് ഞാനിപ്പം ഒരു ബീം ഓഫ് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യാന്നിരിക്കട്ടെ. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ b ആണ്, ഡെപ്ത് എന്ന് പറഞ്ഞാൽ d ആണ്. എക്സാക്ട്ലി d/2 എനിക്ക് ന്യൂട്രൽ ലെയർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ന്യൂട്രൽ ലെയർ ഒരു വെർട്ടിക്കൽ ക്രോസ് സെക്ഷനുമായിട്ട് മീറ്റ് ചെയ്യുന്നത്, ആ പോയിന്റിനെ വിളിച്ച പേര് അല്ല അതിനെ അപ്പോൾ ഒരു ലൈൻ ഉണ്ടാകും. ആ ലൈൻ ഓഫ് ഇന്റർസെക്ഷനെ വിളിച്ച പേരാണ് ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസ് എവിടെയായിരിക്കും കിടക്കുന്നത്? എക്സാക്ട്ലി d/2 കിടക്കുന്നത്. ഓക്കെ,
ഞാൻ ഇനി കൺസിഡർ ചെയ്യുന്നത്, എനിക്ക് അറിയേണ്ടത് ബെൻഡിങ് സ്ട്രെസ് ഇൻ ഏതോ ഒരു ലെയർ എ ബി ആണ് എനിക്ക് അറിയേണ്ടത് എങ്കിൽ ആ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സിസിൽ നിന്നും ആ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് y എന്ന് പറഞ്ഞത്. എന്താണ് m? m എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കും ചോദിച്ചാൽ, വി കാൽക്കുലേറ്റ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ. കണ്ടുപിടിക്കുമ്പോൾ യു ഗെറ്റ് വാട്ട് ഇസ് ദ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് അറ്റ് ദാറ്റ് സെക്ഷൻ. ഇനി I എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ മൊമെന്റ് ഓഫ് റിയാക്ഷൻ, ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ. റെക്ടാങ്കുലർ ആണ് എങ്കിൽ ഐയുടെ വാല്യൂ വിൽ ബി BdQ/12. അപ്പോൾ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് ക്രോസ് സെക്ഷൻ, അതാണ് I എന്ന് പറഞ്ഞാൽ. E എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ. അതായത് എൻ്റെ ഒരു ബീം സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് ഞാനൊരു ലോഡ് കൊടുത്തു. ഈ ലോഡ് വന്നപ്പോഴത്തേനും ഈ ബീം ഇങ്ങനെ ബെൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ബെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ബെൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ലാർജർ സർക്കിൾ. ആ സർക്കിളിൻ്റെ റേഡിയസ് എന്താണോ അതാണ് ഈ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ. ഇനി 1/, റേഡിയസ് ഓഫ് കർവേച്ചർ ചെയ്താലോ നമുക്ക് കിട്ടുന്ന ആളാണ് കർവേച്ചർ. 1/r വിൽ ഗിവ് യു കർവേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ടേംസ്. ഇനി ഇതിനകത്ത് അറിയേണ്ട ആളാരാന്ന് ചോദിച്ചാൽ സെക്ഷൻ മോഡുലസ്. അതായത് നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ എഴുതാം, m is equal to, ഫ്രം ബെൻഡിങ് ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം, m is equal to sigma into I/y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് ഒരു റേഷ്യോ കിടപ്പുണ്ട് I/y. ഇനി വൈൻ്റെ വാല്യൂ Ymax ആകുമ്പോൾ, അതായത് ന്യൂട്രൽ ആക്സിസ് തൊട്ട് എക്സ്ട്രീം ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് Ymax എന്ന് പറഞ്ഞാൽ. ഈ ഓരോ ടേം I റേഷ്യോ ഓഫ് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടു Ymax, ഇതിനെ വിളിച്ച പേരാണ് സെക്ഷൻ മോഡുലസ് Z. സെക്ഷൻ മോഡുലസ് Z. സോ രണ്ട് ബീമിൻ്റെ സ്ട്രെങ്ത് ഇൻ ബെൻഡിങ് കമ്പയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ സെക്ഷൻ മോഡുലസ് ആണ് കമ്പയർ ചെയ്യുക. So section modulus represents the strength of a beam in bending. Okay, so Z value എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൻ മോഡുലസ് ആണ്. ഇതിന് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ടു Ymax, ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് അപ് ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് ടു ദ എക്സ്ട്രീം ഫൈബർ. ഓക്കെ, സോ അതാണ് Z സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ എന്താണ് ബെൻഡിങ് ഇക്വേഷൻ എന്നുള്ളത് പറഞ്ഞു, എന്താണ് ബെൻഡിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞു, അതിനകത്ത് എന്താണ് സെക്ഷൻ മോഡുലസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ആണ്. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. സോ നമ്മുടെ എക്സ്പ്രഷനകത്ത് നിന്ന് നമുക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞാൽ, സോ ഫ്രം ദ ബെൻഡിങ് ഇക്വേഷൻ, ഓക്കെ, ഫ്രം ദ ബെൻഡിങ് ഇക്വേഷൻ എനിക്കറിയാം സിഗ്മ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു m into y/I ആണെന്ന് എനിക്കറിയാം. ഫോർ എ ഗിവൺ ടൈപ്പ് ഓഫ് ലോഡിംഗ് ആൻഡ് ഫോർ എ ഗിവൺ ക്രോസ് സെക്ഷൻ ഓർ ഫോർ എ ഗിവൺ ബീം എനിക്കറിയാം m എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ. I എന്ന് പറഞ്ഞാൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബീം. ഇവർ കോൺസ്റ്റന്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി സിഗ്മ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു y ആണ് മനസ്സിലായി. അതായത് ദ ബെൻഡിങ് സ്ട്രെസ് ഇൻ എനി ലെയർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ നമുക്ക് വേണേൽ ഇങ്ങനെ പറയാം, ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് ദ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇതാണ് എൻ്റെ ക്രോസ് സെക്ഷൻ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇതിലെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ, ബീം ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സർഫസിൽ അല്ലെങ്കിൽ ഒരു ഫേസിൽ ടെൻസൈൽ സ്ട്രെസ്സസ് വരും, ഓപ്പോസിറ്റ് ഫേസിൽ എന്ന് പറഞ്ഞാൽ കംപ്രസീവ് സ്ട്രെസ്സസും വരും. ഓക്കെ, സോ ഓപ്പോസിറ്റ് ഇൻ നേച്ചർ ആണ് സ്ട്രെസ്സസ്. ഇനി എനിക്ക് മനസ്സിലായി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു y ആണ് മനസ്സിലായി. ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂട്രൽ ആക്സിസ് കൂടുന്തോറും എൻ്റെ വാല്യൂ ഓഫ് ബെൻഡിങ് സ്ട്രെസ്സും കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇവൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, സോ ഒരിടത്ത് എല്ലാം ടെൻസൈൽ സ്ട്രെസ്സസും മറ്റേ അടുത്ത് ദാറ്റ് ഇസ് above the neutral axis, if the beam bends, beam saggy ആണെങ്കിൽ above the neutral layer എല്ലാം compressive stresses ആയിരിക്കും.
ബിലോ ദ ന്യൂട്രൽ ലെയർ എല്ലാവരും ടെൻസൈൽ സ്ട്രെസ്സസ് ആയിരിക്കും. സോ എന്തായാലും above and below the neutral axis opposite nature stresses ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇവന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? എക്സ്ട്രീം ഫൈബറിൽ മാക്സിമം ബെൻഡിങ് സ്ട്രെസ്സും ആൻഡ് ബെൻഡിങ് സ്ട്രെസ് അറ്റ് ദ ന്യൂട്രൽ ലെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0. ഓക്കെ, സോ ഇതാണ് ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവന് ലീനിയർ വേരിയേഷൻ ആണ് വിത്ത് മാക്സിമം വാല്യൂ അറ്റ് ദ എക്സ്ട്രീം ഫൈബേഴ്സ് ആൻഡ് 0 വാല്യൂ അറ്റ് ദ സെന്റർ അല്ലെങ്കിൽ അറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇതാണ് ബെൻഡിങ് സ്ട്രെസ്സിന്റെ വേരിയേഷൻ. ഇനി അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്. ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൻ ആസ് the shear stress at any particular layer. It is given as equal to tau is equal to F A y bar by I B. Okay, ഇത് എന്തിന്റെ എക്സ്പ്രഷൻ ആണെന്ന് ചോദിച്ചാൽ ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്. ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്. ഒരു ബീമിൽ ലോഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബെൻഡിങ് സ്ട്രെസ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇതേപോലെ തന്നെ അതിനകത്ത് ഷിയർ സ്ട്രെസ്സസും ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ഒരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബീം കൺസിഡർ ചെയ്യുവാന്നിരിക്കട്ടെ. ഇതിന് ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലെയറിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരു ലെയർ എന്ന് പറഞ്ഞാൽ സേ ഐ എം കൺസിഡറിങ് എ ലെയർ എ ബി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെയാണ് ബീമിൽ ആ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് എന്താണോ അതാണ് എഫ് എന്ന് പറഞ്ഞാൽ. എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഏരിയ അബവ് ദ കൺസിഡേർഡ് ലെയർ. ഞാൻ കൺസിഡർ ചെയ്യുന്ന ലെയർ എ ബി ആണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഏരിയ, ഓക്കെ, അതാണ് എ എന്ന് പറഞ്ഞാൽ. എന്താണ് വൈ ബാർ? എൻ്റെ കൺസിഡേർഡ് ഏരിയയുടെ സെൻട്രോയിഡും ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണോ അതാണ് വൈ ബാർ. ഐ എന്ന് പറഞ്ഞാൽ ഏരിയ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദി കൺസിഡേർഡ് ലെയർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് ഫൈബറാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഏരിയ ഇല്ല. സോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ബോട്ടം മോസ്റ്റ് ഫൈബറാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എൻ്റയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. സോ സെൻട്രോയിഡ് വിൽ ലൈ ഇൻ ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് പാസസ് ത്രൂ ദ സെൻട്രോയിഡ്. അപ്പോൾ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആക്സിസിൽ തന്നെ കിടക്കും. അപ്പോൾ വൈ ബാറിൻ്റെ വാല്യൂ 0 ആയിപ്പോൾ. സോ എനിക്ക് മനസ്സിലായി ഷിയർ സ്ട്രെസ് ഇൻ ദ ടോപ്പ് മോസ്റ്റ് ഫൈബർ 0 ആണ്, ഇൻ ദ ബോട്ടം മോസ്റ്റ് ഫൈബറും 0 ആണ് എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി സോ വേരിയേഷൻ ഓഫ് ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് വിൽ ബി 0 at the extreme fibers and it will be maximum either at the neutral axis or at the mid height. Okay, so ഞാനിപ്പം ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ, റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇതിൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. എക്സ്ട്രീം ഫൈബേഴ്സിലെ ഷിയർ സ്ട്രെസ് 0 ആണ്. സെൻട്രോയിഡിലാണെങ്കിൽ അഥവാ ന്യൂട്രൽ ആക്സിസിലാണെങ്കിൽ എനിക്ക് അവിടെ മാക്സിമം വാല്യൂസ് കിട്ടും. ഫോർ എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ദ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3/2 ടൈംസ് ഓഫ് ടോ ആവറേജ് ആണ്. ഫോർ എ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് ടോ മാക്സ് എന്ന് പറഞ്ഞാൽ 3/2 ടൈംസ് ഓഫ് ടോ ആവറേജ് ആയിരിക്കും. ഇവൻ എവിടെയാണോ ഒക്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി അറ്റ് ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ ആണോ? ഇനി സ്ട്രെസ്സസിൻ്റെ കേസിൽ ഒരാളെയും കൂടി കാണാനുണ്ട്, അതായത് ഷിയർ സ്ട്രെസ് ഇൻ ഷാഫ്റ്റ്. ഷിയർ സ്ട്രെസ് ഇൻ ഷാഫ്റ്റ് ഇതിനകത്ത് വരുന്നതാണ് നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ given by T by J
equal to tau by r is equal to g theta by L. ഇത് ഷിയർ സ്ട്രെസ് ഇൻ ഷാഫ്റ്റ് ആണ്. അതായത് സർക്കുലർ ക്രോസ് സെക്ഷൻസിൽ മാത്രമാണ് ഇവൻ വാലിഡ് ആയിട്ടുള്ളത്. ഒരു സർക്കുലർ ഷാഫ്റ്റിൽ ഞാനൊരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു സർക്കുലർ ഷാഫ്റ്റ്, ഇവൻ്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആണ്, ഇതിനകത്തേക്ക് ഞാനൊരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് ടോർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അവിടെയാണ് നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇനി ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഫോർ എ ഗിവൺ ടോർക്ക്, ഓക്കെ, ഒരു പർട്ടിക്കുലർ ടോർക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഞാൻ ഇതിനകത്തുനിന്ന് ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ എന്ന് എടുക്കുവാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടോർക്കിന് കറസ്പോണ്ടിങ് ടു എ പർട്ടിക്കുലർ ടോർക്ക് ഫോർ എ പർട്ടിക്കുലർ മെറ്റീരിയൽ ടി ബൈ ജെ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്ത ടോർക്കാണ്. ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് പർട്ടിക്കുലർ ഓഫ് എ ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ പോളാർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫോർ എ ഗിവൺ മെറ്റീരിയൽ ജെ കോൺസ്റ്റന്റ് ആയിരിക്കും, ഫോർ എ ഗിവൺ ടോർക്ക് ടിയും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്ന് എന്തെഴുതാം? ടോ എന്ന് പറയുന്നത് ഓർ ഷിയർ സ്ട്രെസ് ഇൻ എ ഷാഫ്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആർ ആണെന്ന് എഴുതാം. ഓക്കെ, ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഷാഫ്റ്റ് ദ കൺസിഡേർഡ് ലെയർ. അതാണ് ആർ എന്ന് പറഞ്ഞത്. സോ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഓഫ് എ കൺസിഡേർഡ് ലെയർ ഫ്രം ദ സെന്റർ ഓർ ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ സർക്കുലർ ഷാഫ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു എക്സ്ട്രീം ഫൈബേഴ്സിലാണെങ്കിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, എക്സ്ട്രീം ഫൈബർ എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ആണ്. സോ എക്സ്ട്രീം ഫൈബേഴ്സിൽ മാക്സിമം വാല്യൂ ഓഫ് ഷിയർ സ്ട്രെസ് കിട്ടും. ന്യൂട്രൽ ആക്സിസിന് അവിടെ 0 ആയിരിക്കും ആൻഡ് എക്സ്ട്രീം ഫൈബറിൽ വീണ്ടും മാക്സിമം ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേസ് ഓഫ് രണ്ടുപേർക്കും ഒരേ നേച്ചർ ആയിരിക്കും. ഓക്കെ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ കേസ് ഓഫ് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സസിൻ്റെ കാര്യത്തിൽ നമ്മൾ 3 പേരെ കണ്ടു. ബെൻഡിങ് സ്ട്രെസ് ഇൻ ബീംസ് കണ്ടു, ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് കണ്ടു, ഷിയർ സ്ട്രെസ് ഇൻ ഷാഫ്റ്റ് കണ്ടു. ബെൻഡിങ് സ്ട്രെസ് ഇൻ ബീമിൽ നമുക്ക് ബെൻഡിങ് ഇക്വേഷൻ ഉണ്ടായിരുന്നു. ബെൻഡിങ് സ്ട്രെസ് വേരിയേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫൈബേഴ്സിൽ മാക്സിമം ആയിരിക്കും, ന്യൂട്രൽ ആക്സിസിൽ 0 ആയിരിക്കും. ഓക്കെ, ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് കണ്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീം ഫൈബേഴ്സിൽ 0 ആയിരിക്കുമെന്നും ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ മിഡ് ഹൈറ്റ് അവിടെ ആയിരിക്കും മാക്സിമം വാല്യൂ വരുന്നതെന്നും പറഞ്ഞു. ഇനി ഷിയർ സ്ട്രെസ് ഇൻ ഷാഫ്റ്റ് പറഞ്ഞപ്പോൾ അവിടെയായിരുന്നു നമ്മുടെ ടോർഷണൽ ഇക്വേഷൻ ടി ബൈ ജെ ഈക്വൽ ടു ടോ ബൈ ആർ ഈക്വൽ ടു ജി തീറ്റ ബൈ എൽ. ഇത് സർക്കുലർ ക്രോസ് സെക്ഷൻസിന് മാത്രമാണ് വാലിഡ് ആയിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ആയിരിക്കും എന്ന് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ വേരിയേഷൻ ഇങ്ങനെയായിരിക്കും. ഇറ്റ് വേരീസ് ലീനിയർലി അലോങ് ദ റേഡിയസ്. അലോങ് ദ റേഡിയസ് ഇവൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ വേരിയേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനകത്ത് സ്ട്രെസ്സസ് എന്ന പോർഷനകത്ത് നിന്ന് നമുക്ക് ഇത്രയുമാണ്. അതായത് ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ് ഇൻ ബീം, ഷിയർ സ്ട്രെസ് ഇൻ ഷാഫ്റ്റ്, ഈ 3 ടോപ്പിക്സ് ആണ് അറിയേണ്ടത്. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായിരുന്നു നമ്മുടെ സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻസ്, അതുപോലെ തന്നെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫസ്റ്റ് ചാപ്റ്റർ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്നുള്ള ചാപ്റ്റർ. ഇതിനകത്ത് നിന്ന് ന്യൂമറിക്കൽസ് ആസ് വെൽ ആസ് തിയറിയിൽ നിന്നുള്ള എക്സാമ്പിൾസും ചോദിക്കാം. താങ്ക് യു.